മലയാളത്തിൻ്റെ പ്രിയ കഥാകാരൻ MT ഓർമ്മയാകുമ്പോൾ അദ്ദേഹത്തെ അവസാന നാളുകളിൽ കണ്ടതിൻ്റെ ചാരിതാർത്ഥ്യത്തിലാണ് ഗോപകുമാർ എന്ന അധ്യാപകൻ. MT തനിക്ക് തന്ന 3 കയ്യൊപ്പുകൾ നെഞ്ചിലേറ്റി സൂക്ഷിക്കുക കൂടിയാണ് മാന്നർ നായർ സമാജം ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനായ എണ്ണക്കാട് വാരിശ്ശേരിൽ ഗോപകുമാർ. മലയാളത്തിൻ്റെ പ്രിയ സാഹിത്യകാരൻ MT വാസുദേവൻ നായർ കാലയവനികയ്ക്ക് പിന്നിൽ മറയുമ്പോൾ MT തനിക്ക് തന്ന 3 കയ്യൊപ്പുകൾ നെഞ്ചിലേറ്റി സൂക്ഷിക്കുകയാണ് മാന്നാർ നായർ സമാജം ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനായ എണ്ണക്കാട് വാരിശ്ശേരിൽ ഗോപകുമാർ. തൻ്റെ 25ാമത്തെ വയസ്സിൽ MT വാസുദേവൻ നായരുടെ കഥകളും നോവലുകളും വായിക്കാൻ തുടങ്ങിയ കാലം മുതൽ തന്നെ ഗോപകുമാർ എന്ന ഫിസിക്സ് അധ്യാപകൻ്റെ മനസ്സിൽ മുളപൊട്ടിയ ആഗ്രഹമാണ് ഇതിഹാസ കഥാകാരനായ MTയെ ഒന്ന് നേരിട്ട് കാണണം എന്നത്. അദ്ദേഹത്തിൻ്റെ അവസാന നാളുകളിലാണ് ഗോപകുമാറിന് കാണാൻ കഴിഞ്ഞത്. അപ്പം അങ്ങനെ അദ്ദേഹത്തിനെ കണ്ട് ഞാൻ ഇതുപോലെ അടുത്തുനിന്ന് വരികയാണ്, സാറിനെ കാണാനായിട്ട് മാത്രം വന്നതാണ്. പക്ഷെ അന്ന് അദ്ദേഹത്തിന് സംസാരിക്കാൻ വയ്യാത്തൊരു സ്ഥിതിയായിരുന്നു എന്ന് തോന്നുന്നു. എങ്കിലും എല്ലാം അദ്ദേഹം മൂളി കേട്ടു. അപ്പം എന്നെപ്പോലെ നിസ്സാരനായിട്ടൊരാൾ കാണണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ അദ്ദേഹം എന്നുള്ള പൊതുവെ ആയിട്ടുള്ള ഒരാളാണെന്ന് ഞാൻ പറഞ്ഞു കേട്ടു. അപ്പം അങ്ങനെ എല്ലാം മുകളിൽ ഇങ്ങനെ ഒരു ചെറിയ മുകളിൽ അദ്ദേഹം എല്ലാം കേട്ടു. ക്ഷമയോടെ ഞാൻ എന്നെപ്പോലെ സാധാരണക്കാരൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ക്ഷമയോട്ട് കേൾക്കുന്നു. ഞാൻ കേട്ട ശേഷം ഉള്ള ആളിനോട് പറഞ്ഞ് ഇങ്ങനെ മകനെ കൂടെ കൊണ്ടുവന്ന് കാണിക്കണമെന്നുണ്ട്. അങ്ങനെ 2 പ്രാവശ്യം ഞാൻ അദ്ദേഹം കാണാനവിടെ പോയി. രണ്ടാമത് കൊണ്ടുവന്ന ഒരു ബുക്ക് ഇങ്ങനെ കൊടുത്ത് മോനെ കൊണ്ടുവരണം പിടിച്ച് വാങ്ങിക്കുകയും മോനെ കൊണ്ട് അദ്ദേഹത്തിൻ്റെ കാലിൽ തൊട്ട് ഒഴിക്കുകയും ചെയ്തു. ഞാനെന്നും ജീവിതത്തിൽ ഓർമ്മിച്ചിരിക്കുന്നത് അദ്ദേഹം നമ്മളെ വിട്ട് മലയാളത്തിനെ വിട്ട് ഒരു പ്രത്യേക നിലയിലേക്ക് അനിശ്ചിതതയിലേക്ക് പോയെങ്കിലും ആ പ്രതിഭയും അദ്ദേഹത്തിൻ്റെ ആ കയ്യിൽ തൊട്ട ആ ഒരു കാലിൽ തൊട്ട് ഒരു അനുഗ്രഹം വാങ്ങിച്ചത് ഒരു അനുഗ്രഹമായിട്ട് തന്നെ ഞാൻ കരുതുന്നു. എങ്കിലും അതൊരു മഹാഭാഗ്യമായി കരുതുകയാണ് ഗോപകുമാർ. കഴിഞ്ഞ മെയ് മാസം 6-ാം തീയതി മകൻ കാർത്തികേയനെ കോഴിക്കോടുള്ള എൻട്രൻസ് പരിശീലന കേന്ദ്രത്തിൽ വിട്ട ശേഷം ഗോപകുമാർ MTയുടെ വീട് അന്വേഷിച്ച് നടന്നു. പലരോടും വഴി തിരക്കി. 2 കിലോമീറ്ററോളം നടന്നപ്പോൾ നടക്കാവ് കൊട്ടാരം റോഡിലെ വളരെ വീതി കുറഞ്ഞ വഴികളിലൂടെ സഞ്ചരിച്ച് MT വാസുദേവൻ നായരുടെ സിത്താര എന്ന വീട്ടിൽ എത്തിച്ചേർന്നു. ആ മഹാകഥാകാരൻ്റെ പാദസ്പർശമേറ്റ മണ്ണിലൂടെ നടക്കുമ്പോൾ മനസ്സിന് വല്ലാത്ത സന്തോഷം തോന്നിയിരുന്നതായി ഗോപകുമാർ പറയുന്നു. വീട്ടിലെത്തി കോളിംഗ് ബെൽ അടിച്ചപ്പോൾ MTയുടെ ഭാര്യ കലാമണ്ഡലം സരസ്വതി വാതിൽ തുറന്ന് അദ്ദേഹം ഇവിടെ ഇല്ല എന്ന് അറിയിച്ചു. എന്നാൽ താൻ വളരെ ദൂരെ നിന്നും വരികയാണെന്ന് പറഞ്ഞപ്പോൾ എപ്പോൾ വരുമെന്ന് അറിയുകയില്ല എന്ന് ഭാര്യ പറഞ്ഞു. എന്തായാലും താൻ കണ്ടിട്ടേ പോകുകയുള്ളൂ എന്ന് ഉറപ്പിച്ച് ഗോപകുമാർ 3 മണിക്കൂറോളം കാത്തുനിന്നു. അല്പം അകലെയുള്ള ചായക്കടയിൽ നിന്നും ചായ കുടിച്ച് തിരികെ വരുമ്പോൾ MT കാറിൽ വീട്ടിൽ വന്നിറങ്ങുന്നത് കണ്ടു. പെട്ടെന്ന് തന്നെ ഗോപകുമാർ ഓടിയെടുത്തു. അനാരോഗ്യത്തിൻ്റെ അവശതകളിൽ ക്ഷീണിതനായിരുന്നു MT. വീടിനുള്ളിലേക്ക് കയറിപ്പോയി. അദ്ദേഹത്തെ കാണണമെന്ന് ബന്ധുക്കളോട് പറഞ്ഞപ്പോൾ അനാരോഗ്യം കാരണം ആരെയും അടുത്തേക്ക് വിടുകയില്ല എന്ന് അറിയിച്ചു. തൻ്റെ ആഗ്രഹം വീണ്ടും വീണ്ടും അറിയിച്ചപ്പോൾ ബന്ധുക്കൾ അനുവദിച്ചു. അടുത്തെത്തി MTയുടെ കാലിൽ തൊട്ട് തൊഴുത ശേഷം കൈകളിൽ സ്പർശിച്ചുകൊണ്ട് സ്വയം പരിചയപ്പെടുത്തി. തിരിച്ചൊന്നും പറയാതെ കഥാകാരൻ എല്ലാം ചെറിയ മൂളലിൽ ഒതുക്കി. തിരിച്ചു പോകാൻ നേരം തൻ്റെ കയ്യിലുണ്ടായിരുന്ന പുസ്തകം MTയുടെ കയ്യിൽ കൊടുത്തിട്ട് സാർ എന്തെങ്കിലും എഴുതി തരുമോ എന്ന് ഗോപകുമാർ ചോദിച്ചു. ആ പുസ്തകം വാങ്ങി അതിൻ്റെ ആദ്യ പേജ് തുറന്ന് ബെസ്റ്റ് വിഷസ് എന്ന് എഴുതി ഒപ്പിട്ട് നൽകി. വീട്ടിൽ തിരികെ എത്തിയ ശേഷം ഒക്ടോബർ മാസത്തിൽ 2 തവണ കൂടി MTയുടെ വീട്ടിലെത്തി. ആദ്യം ഭാര്യ പ്രീതയോടൊപ്പവും പിന്നീട് മകൻ കാർത്തികേയനോടൊപ്പവും. ഈ 3 പ്രാവശ്യവും MTയുടെ കയ്യൊപ്പ് വാങ്ങി. ആദ്യം പോയതിൻ്റെ ഓർമ്മ പുതുക്കിയാണ് ഓരോ തവണയും ബന്ധുക്കളിൽ നിന്നും അനുമതി വാങ്ങിയത്. ഓരോ കൂടിക്കാഴ്ചയിലും MT കൂടുതൽ അവശനാകുന്നു എന്ന് മനസ്സിലായതായി ഗോപകുമാർ പറയുന്നു. വ്യാഴാഴ്ച കോഴിക്കോട് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട MTയുടെ ഭൗതിക ശരീരം മണ്ണോട് ചേർന്നപ്പോൾ അദ്ദേഹത്തെ അവസാന നാളുകളിൽ കണ്ടതിൻ്റെ ചാരിതാർത്ഥ്യത്തിലാണ് ഈ അധ്യാപകൻ. CDNet ന്യൂസ്, മാന്നാർ.